മൂന്നാം മോദി സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി ടി.ഡി.പിക്കും ജെ.ഡി.യുവിനും വാഗ്ദാനങ്ങളുമായി ബി.ജെ.പി രംഗത്ത് വരികയാണ്. വ്യോമയാനം, സ്റ്റീൽ എന്നീ വകുപ്പുകളിലെ ക്യാബിനറ്റ് മന്ത്രി പദവി ടി.ഡി.പിക്ക് വാഗ്ദാനം ചെയ്തു. ധനകാര്യ സഹമന്ത്രി സ്ഥാനവും ടി.ഡി.പിക്ക് നൽകും. ജെ.ഡി.യുവിന് ഗ്രാമവികസനം, പഞ്ചായത്ത് രാജ് വകുപ്പുകൾ നൽകാമെന്നാണ് വാഗ്ദാനം. അതേസമയം സ്പീക്കർ പദവിയിൽ നിന്നും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ടി.ഡി.പി ബി.ജെ.പി നേതൃത്വത്തെ അറിയിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ട്. പി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബാലു, ഇതിൽ തൃപ്തരാകുമോ? ഈ വാഗ്ദാനങ്ങളിൽ ടി.ഡി.പി സ്പീക്കർ എന്ന പദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പറയുമ്പോൾ ബി.ജെ.പി അയയാനുള്ള സാധ്യത എന്തൊക്കെയാണ്? പുതിയ ഫോർമുലകൾ പ്രതീക്ഷ, ഈ ടി.ഡി.പിയും ജെ.ഡി.യുമായുള്ള ചർച്ചകൾ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ടി.ഡി.പിയുമായി ചർച്ച ചെയ്യുന്നതിന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെയും ജെ.ഡി.യുമായി ചർച്ച ചെയ്യുന്നതിന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനെയുമാണ് ഇപ്പോൾ ബി.ജെ.പി നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇവരാണ് ഈ ബി.ജെ.പിയുടെ ഈ ഫോർമുലകൾ സംബന്ധിച്ചുള്ള കാര്യം ടി.ഡി.പി ജെ.ഡി.യു നേതൃത്വങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ടി.ഡി.പിക്ക് സിവിൽ വ്യോമയാന വകുപ്പ്, അതുപോലെ തന്നെ സ്റ്റീൽ എന്നീ വകുപ്പുകളിലെ ക്യാബിനറ്റ് പദവിയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ധനകാര്യ വകുപ്പിലെ സഹമന്ത്രി സ്ഥാനവും ടി.ഡി.പിക്ക് നൽകാമെന്ന് ബി.ജെ.പി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സ്പീക്കർ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് ടി.ഡി.പിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല. സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് തന്നെ വേണമെന്നാണ് ടി.ഡി.പി ആവശ്യപ്പെടുന്നത്. ഗ്രാമവികസനം, പഞ്ചായത്ത് രാജ് വകുപ്പുകളാണ് ജെ.ഡി.യുവിന് നൽകാമെന്ന് ഇപ്പോൾ ബി.ജെ.പി അറിയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഘനവ്യവസായ വകുപ്പ് ശിവസേനയ്ക്ക് നൽകാമെന്നും ബി.ജെ.പി അവരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഘടകകക്ഷികളൊക്കെ ഇതിൽ തൃപ്തരാകുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇതിനിടയിൽ ടി.ഡി.പിയും ജെ.ഡി.യുവും ഈ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് 4 എം.പിമാർക്ക് ഒരു മന്ത്രിസ്ഥാനം എന്ന അനുപാതത്തിൽ ഈ മന്ത്രിസഭാ വികസനം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ടി.ഡി.പിക്ക് 4-ഉം അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 4-ഉം ഈ ജെ.ഡി.യുവിന് 3 മന്ത്രിമാരെ ലഭിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 ക്യാബിനറ്റ് മന്ത്രിമാരെയാണ് അങ്ങനെ വരികയാണെങ്കിൽ ടി.ഡി.പിക്ക് ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സ്പീക്കർ സ്ഥാനം സംബന്ധിച്ചുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ബി.ജെ.പി തയ്യാറായിട്ടില്ല. സ്പീക്കർ ഇല്ലാതെ തങ്ങൾ മന്ത്രിസഭയിൽ ചേരാൻ സാധ്യതയില്ല എന്നാണ് ടി.ഡി.പി വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, പി ബാലഗോപാൽ പറഞ്ഞതുപോലെ വളരെ തന്ത്രപരമായ നിലപാട് തുടക്കത്തിൽ തന്നെ ഈ സ്പീക്കറുടെ കാര്യത്തിൽ ടി.ഡി.പി ബലം പിടിക്കുകയാണ്. അതിപ്പോഴും തുടരുന്നു. നിർണായക ചർച്ചകളിലേക്ക് ഡൽഹിയിലെ ചർച്ചകൾ, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോകുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്.